ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിറവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായി നിൽക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചതിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. കർത്താവായ യേശു തൻ്റെ 11 ശിഷ്യന്മാരെ കൂട്ടി ഇരുത്തി മാളികമുറിയിൽ വച്ച് അവരോട് അന്തിമമായി പറഞ്ഞ സന്ദേശത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ ഇത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഒരു വർഷത്തിൻ്റെ അവസാനം മണിക്കൂറുകളിലേക്ക് നാം വന്നിരിക്കുകയാണ്. സംഭവബഹുലമായ നാളുകൾ കടന്നുപോയി. മറുവശത്ത് ഒരു പുതുവർഷത്തെ വരവേൽക്കാൻ ആളുകൾ ഒരുങ്ങുന്നു. പ്രത്യാശയ്ക്ക് വകയില്ലാത്ത അനവധി കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്നു. അപ്പോൾ പുതുവർഷത്തെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുവെങ്കിലും ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ നോക്കിയാൽ, ലോകമെമ്പാടും നടക്കുന്ന സംഭവങ്ങൾ നോക്കിയാൽ, പ്രകൃതിയിൽ യുദ്ധങ്ങൾ, എന്തിനു പറയുന്നു, കലാപങ്ങൾ, അപകടങ്ങൾ, ഇങ്ങനെ മനസ്സിനെ തകർക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അവിടെ പെരുകി വരുന്നു. ഓരോ വർഷവും പ്രശ്നങ്ങൾ കുറയുകയല്ല, വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് വർഷാവസാനത്തിൻ്റെ ഒരു സന്ദേശം പങ്കുവെക്കാമെന്നായിരുന്നു. പക്ഷേ ദൈവാത്മാവ് ഈ ദിവസങ്ങളൊക്കെ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. ദിവസങ്ങൾക്ക് അതീതനായവൻ, അല്ലെങ്കിൽ കാലങ്ങൾക്ക് അതീതനായവൻ പറഞ്ഞ ഒരു വാചകമാണ് നാം വായിച്ചത്. മാത്രമല്ല, മണിക്കൂറുകൾക്കുള്ളിൽ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവർ പ്രതീക്ഷിക്കാത്ത ചില ഗുരുതരമായ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ പോകുന്നു. കാരണം ഈ മാളികമുറിയിലെ ഈ സംഭാഷണത്തിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ കർത്താവ് അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ. പിന്നീട് യേശുവിൻ്റെ വിസ്താരവും ക്രൂശീകരണവുമാണ്. എനിക്ക് തോന്നുന്നു ഈ 14-ാം അധ്യായത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് 24 മണിക്കൂറാകുമ്പോഴേക്ക് യേശുവിൻ്റെ ക്രൂശീകരണം നടന്നു എന്നാണ്. അപ്പോൾ കൊച്ചൊരു കാര്യമല്ലല്ലോ. അതിനു മുൻപ് കർത്താവ് ഇത് പറയുമ്പോൾ അവർക്ക് അതിനെ അത്രത്തോളം ഗൗരവത്തോടെ കാണുവാൻ കഴിഞ്ഞോ എന്ന് സംശയം. എന്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് ശിഷ്യന്മാർ പറഞ്ഞ ആ 14-ാം അധ്യായത്തിൽ തന്നെ 6-7 കാര്യങ്ങളുണ്ട്. അങ്ങോട്ട് ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല. എന്താണ് ജനങ്ങൾ കലങ്ങിപ്പോകാൻ കാരണം? ഹൃദയം കലങ്ങുക. എവിടെ നോക്കിയാലും ഹൃദയം കലങ്ങിയ മനുഷ്യർ, രോഗത്താലോ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടപ്പോഴോ, സാമ്പത്തിക നഷ്ടത്താലോ, പല സംരംഭങ്ങൾ പരാജയപ്പെട്ടാലോ, അല്ലെങ്കിൽ ചതിക്കപ്പെട്ടാലോ, പല രീതിയിൽ മനുഷ്യർ കലങ്ങി, ഹൃദയം തളർന്ന, അസ്വസ്ഥരായി. പിയോസിൽ അത് അസ്വസ്ഥരാകുന്നതാണ്. അസ്വസ്ഥരായി, സ്വസ്ഥത ഇല്ലാതെ മനുഷ്യർ അകപ്പെട്ടു പോകുന്നു. എന്തായിരുന്നു കാരണം? സാധാരണ പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം തന്നെ 14-ാമത്തെ 1-ാം വാക്യത്തിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരെന്ന് പറഞ്ഞിട്ട് അടുത്ത യേശുക്രിസ്തു പറഞ്ഞത് ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അപ്പോൾ കലങ്ങിപ്പോകാൻ കാരണം വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. അത് അവിടെ നിൽക്കട്ടെ. മാത്രമല്ല, ഒരിക്കൽ തന്നെ സ്വീകരിച്ച് സൽക്കരിച്ച ഒരു ഭവനത്തിൽ നടന്ന ഒരു സംഭവത്തുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ അവിടെ കർത്താവായ യേശു പറഞ്ഞ ഒരു വാക്ക് തന്നെ നമുക്കെടുക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആ സംഭവം കാണാം. മാർത്തയും മറിയയും കൂടെ യേശുവിനെ സ്വീകരിച്ചാണ്. അപ്പോൾ
ആ സംഭവത്തിൽ മറിയ യേശുവിൻ്റെ പാദത്തിലിരിക്കുകയും മാർത്ത ശുശ്രൂഷയ്ക്ക് ബന്ധപ്പെടുകയും ചെയ്യുമ്പോൾ അവസാനം മാർത്ത വന്ന് പരാതി പറയുന്നത് കാണാം. അപ്പോൾ യേശു പറഞ്ഞത് ഇങ്ങനെയാണ്: മാർത്തേ, മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. അപ്പോൾ മനം കലങ്ങി ഇരിക്കുന്നു. ചിന്താകുലം കൂടുമ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം, മാർത്തയെ സംബന്ധിച്ചിടത്തോളം അവളെ ജോലി ചെയ്ത് മറ്റാരും സഹായിക്കാനില്ലാതെ താൻ ഒറ്റയ്ക്കിടന്ന് പണിയുന്നു എന്ന് പറഞ്ഞാണല്ലോ അവിടെ ചിന്താകുലം ഉണ്ടായത്. പലതിനെ ചൊല്ലി ചിന്താകുലപ്പെട്ട്, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ചിന്തകൾ നമ്മെ കലക്കുന്ന രീതിയിലാകാം, അല്ലെങ്കിൽ മനസ്സിനെ കലക്കാം. മാത്രമല്ല, ഞാൻ വേഗത്തിൽ അങ്ങ് പറഞ്ഞു വിടുകയാണ്. രണ്ടാമത് ലൂക്കോസ് 21-ാം അധ്യായത്തിൽ 25-26 വാക്യങ്ങൾ നോക്കുമ്പോൾ പ്രകൃതിയിലുണ്ടാകുന്ന സംഭവങ്ങളും ആകാശത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ട് ഭൂലോകത്തിന് എന്തു ഭവിക്കാൻ പോകുന്നു എന്ന് ചിന്തിച്ച് മനുഷ്യർ നിർജീവന്മാരാകും, ഭയം ഉണ്ടാകും, അങ്ങനെ നിർജീവന്മാരാകും എന്നും കാണാം. അല്ലെങ്കിൽ ഈ ഭാവിയെക്കുറിച്ചുള്ള ചിന്താകുലം, ശൂന്യത മാത്രം മുന്നിൽ കാണുന്നവന് സ്വസ്ഥമായിരിക്കാൻ സാധിക്കത്തില്ലല്ലോ. അവന് എപ്പോഴും ആകുലം തന്നെയായിരിക്കും. മാത്രമല്ല, വേറൊന്നുള്ളത്, തങ്ങളുടെ പ്രതീക്ഷകൾ അസ്ഥാനത്താകുമ്പോൾ, അല്ലെങ്കിൽ പ്രതീക്ഷകൾ അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ ജീവിതമാർഗത്തിൽ വരുമ്പോൾ, കണക്കുകൂട്ടലെല്ലാം പഴിക്കുമ്പോൾ മനുഷ്യർ ചിന്താകുലമുള്ളവരായി പോകും, അല്ലെങ്കിൽ കലങ്ങിപ്പോകും. അങ്ങനെ നോക്കിയാൽ യേശുവിൻ്റെ ശിഷ്യന്മാർ തന്നെ നമുക്ക് നോക്കാം. കർത്താവായ യേശുവിനെ കുറിച്ച് അവർ യേശുവിൻ്റെ പിന്നാലെ കൂടിയപ്പോൾ അവരാരും അവൻ ക്രൂശിക്കപ്പെടുമെന്നോ തങ്ങളെ വിട്ട് പിരിയുമെന്നോ ചിന്തിച്ചല്ലോ. മശിക എന്ന് പറഞ്ഞ് തന്നെയാണ് യേശുവിൻ്റെ പുറകെ കൂടിയത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കിത് കാണാം. അപ്പോൾ എന്നാൽ ഇവിടെ അവരുടെ മശിക രാജാവായി വരുമെന്ന് കാത്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഇതാ മശികായും പോകുന്നു. തീർച്ചയായിട്ടും കലങ്ങിപ്പോകുന്ന, തകർത്ത് കളയുന്ന, പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ അതാകുന്നു. ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞായിരുന്നു, ദൈവത്തിൽ ആശ്രയമില്ലാത്തതുകൊണ്ട്. ചുരുക്കം പറഞ്ഞാൽ, ജീവിതത്തിലെ ഭാരങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ആകുലത, നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ, പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, ദൈവാശ്രയമില്ലാതെ വരുമ്പോൾ ഒക്കെ നാം കലങ്ങിപ്പോവാം. അപ്പോൾ ഇങ്ങനെ കലങ്ങിപ്പോകുന്ന സാധനം കലങ്ങിപ്പോയാൽ നേരായി ചിന്തിക്കാനോ നേരായി പെരുമാറാനോ നമുക്ക് കഴിയാതെ വരുമല്ലോ. ഇപ്പം ഉദാഹരണം, കുറച്ച് വെള്ളം അത് കലങ്ങിയതാണെങ്കിൽ കലക്കവെള്ളം നാം സാധാരണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കത്തില്ല, കുടിക്കാനോ മറ്റോ ഉപയോഗിക്കത്തില്ല. ഭക്ഷ്യവസ്തുക്കൾ അതുപോലെ. അപ്പം നല്ലത് അല്ലാതെ വരുമ്പോൾ, ഇങ്ങനെ കലക്കം വരുമ്പോൾ അതിനെക്കൊണ്ട് പർപ്പസ്, അതിൻ്റെ ഉദ്ദേശം നടക്കാതെ വരും. ഇവിടെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അവ കലക്കുന്ന, തളർത്തുന്ന, ക്ഷീണിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ധാരാളം നിങ്ങളുടെ മുൻപിലുണ്ട്. 16-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ കഷ്ടമുണ്ട്, താനില്ല, അവരെ വിട്ട് പിരിയുന്ന ആ സാഹചര്യത്തിൽ 14-ാം അധ്യായം 14, 15, 16 അധ്യായങ്ങളിലെല്ലാം നമ്മുടെ കർത്താവ് അത് തന്നെയാണ് പറയുന്നത്. യേശു ഇല്ലാത്ത സാഹചര്യത്തിൽ ശാരീരികമായി, അക്ഷരീകമായി കർത്താവ് അവരെ വിട്ട് പിരിയുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കലങ്ങല, ചെറിപ്പോകുന്ന
അനുഭവം ഉണ്ടാകാം. പക്ഷേ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് കർത്താവ് പറയുന്നു. കലങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കും? ഞാൻ പറയും എന്തുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഏതാ ജീവിതം നമ്മൾ ഹൃദയത്തിൽ കലക്കമുണ്ടാകാൻ കാരണം എന്തുകൊണ്ടുണ്ടാകും എന്ന ഒന്ന് കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. ചിന്തകൾ മാർത്തയെക്കുറിച്ച് കർത്താവ് പറഞ്ഞ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് ചിന്താകുലമുള്ളവരായി നീ മനം കലങ്ങിയിരിക്കുന്നു. ഭാവിയെക്കുറിച്ച് ഉള്ള ഉത്കണ്ഠ നമ്മെ കലക്കത്തിലേക്ക് നയിക്കുന്നു. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങുമ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന തിരിച്ചടികൾ നമ്മുടെ മനസ്സിനെ കലക്കാം. മാത്രമല്ല ദൈവാശ്രയമില്ലെങ്കിൽ നമ്മുടെ മനസ്സ് കലങ്ങിപ്പോകാം. കലങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കും? ഒന്ന്, ക്രിസ്തു ശിഷ്യന്മാരെന്ന് പറഞ്ഞാലും ഞാൻ കലങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കും? ലൂക്കോസ് 10:40 നമുക്ക് ആ മാർത്തയോടുള്ള കർത്താവിൻ്റെ സംഭാഷണത്തിൽ നിന്ന് തന്നെ പല കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, കർത്താവിനെ പോലും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ നാം ആകും. അവിടെ മാർത്ത ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് എന്ന ഭാഗത്ത് കാണുന്നത് ഇതാണല്ലോ. കർത്താവെ എൻ്റെ സഹോദരി, ആ വാക്യം തന്നെ ഞാൻ വായിക്കാം. ലൂക്കോസ് 10:40. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കൽ വന്നു. കർത്താവെ എൻ്റെ സഹോദരി എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അപ്പോൾ അവള് സഹോദരിയെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ആദ്യം കർത്താവിനെ കുറ്റപ്പെടുത്തി. നിനക്ക് വിചാരമില്ലയോ? മറ്റവൾ മുകളത്തെ വാക്യത്തിലുണ്ടല്ലോ, വളരെ ഏകാഗ്രമായി വചനം കേട്ടുകൊണ്ടിരിക്കുക, അതിൽ തന്നെ ലയിച്ചിരിക്കുക. എന്നാൽ 40-ാം വാക്യത്തിൽ മാർത്ത പറയുന്നു, കർത്താവിന് വിചാരമില്ലയോ? യേശുവിനെ കുറ്റപ്പെടുത്തത്തക്ക രീതിയിൽ അവൾ സംസാരിക്കുന്നു. നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ, ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്ന പാടുപെടുകയല്ലേ എന്ന് അവൾ. അപ്പോൾ നമ്മുടെ മനസ്സ് കലങ്ങിപ്പോയാൽ ആദ്യം സംഭവിക്കുന്നത് നാം കർത്താവിൽ നിന്ന് കർത്താവിനെ കുറിച്ചുള്ള സംശയങ്ങൾ, ചോദ്യങ്ങൾ ഒക്കെ ഉണ്ടാകും. ദൈവത്തിൽ നിന്ന് മകലും മനസ്സ് കർത്താവിനോട് വേർപെടും. മാത്രമല്ല, ആത്മാർത്ഥമായ വിശ്വസ്തയോടെ ദൈവസ്ഥൽ ഇരിക്കുന്ന വ്യക്തിയെ നാം കുറ്റപ്പെടുത്തുക. ദൈവത്തെ കുറ്റപ്പെടുത്തുക മാത്രമല്ല, നമ്മുടെ പ്രശ്നത്തിന്, നമ്മുടെ കൊഴിച്ചിലുകൾക്ക് ഒന്നാമത് ദൈവത്തെ കുറ്റപ്പെടുത്തും. അതും മാത്രമല്ല, മറ്റുള്ളവരെയും നാം കുറ്റപ്പെടുത്തും. ഇപ്പോൾ മാർത്തയുടെ കണ്ണിൽ കർത്താവും കുറ്റം ചെയ്തിരിക്കുക, സഹോദരിയും കുറ്റം ചെയ്തിരിക്കുക. കാരണം അവളെ സഹായിക്കാൻ ആരുമില്ല. അവിടെ സഹോദരിയാണെങ്കിൽ പ്രസംഗത്തിൽ കർത്താവിൻ്റെ വചനത്തിൽ മുഴുകിയിരിക്കുന്നു. അപ്പോൾ കർത്താവിനെ ഹൃദയം കലങ്ങിപ്പോയാൽ, ആ കലക്കം നമ്മിൽ സംഭവിച്ചാൽ നമുക്കുണ്ടാകുന്ന ഒന്നാമത്തെ കുഴപ്പം ദൈവത്തെ കുറ്റപ്പെടുത്തും. കുഴപ്പങ്ങൾക്കെല്ലാം കാരണം ദൈവമാണ്, ദൈവം അനുഭവിച്ചുകൊണ്ടാണ്. മാത്രമല്ല, മറ്റുള്ളവർ പരമാർത്ഥമുള്ളവർ അവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. അവരിൽ നാം വീഴ്ച കാണും, മറ്റുള്ളവരിൽ വീഴ്ച കാണും. അതാ രസം. അവൾ ദൈവം കർത്താവിൻ്റെ കാൽക്കലാണ് ഇരിക്കുന്നതെന്നോ, കർത്താവിൻ്റെ വചനം ഏകാഗ്രതയോടെ കേൾക്കുന്നുവെന്നോ, താനും ശുശ്രൂഷ ചെയ്യുന്നത് കർത്താവിനാണെന്നോ, അവന് വേണ്ടിയാണ് താനും പ്രവർത്തിക്കുന്നതെന്നോ ഒന്നും ചിന്തിക്കത്തില്ല. മറ്റുള്ളവർ ചെയ്യുന്നതും കർത്താവിനെ കുറ്റപ്പെടുത്തി കർത്താവിൽ നിന്ന് ഹൃദയം അകലുന്ന മാത്രമല്ല, നാം മറ്റുള്ളവരെയും പരമാർത്ഥികളെയും കുറ്റപ്പെടുത്താൻ തോന്നും. അപ്പം നമ്മുടെ കണ്ണിൽ അവർ ചെയ്യുന്നതെല്ലാം തെറ്റായിട്ടാണ് തോന്നുന്നത്. കാരണം ഇതാണ് ഹൃദയമാകുന്നു എന്നർത്ഥം. അതിന് കാരണം നാം കലങ്ങിയെന്നാണ്. അപ്പോൾ മാർത്തയോട് യേശു ക്രിസ്തു സംസാരിച്ചപ്പോൾ അവളുടെ അടിസ്ഥാന പ്രശ്നം കർത്താവ് ചോദിച്ചു, എന്താണ് നിനക്കുണ്ടായ കുഴപ്പം? മറിയെ കർത്താവ് കുറ്റപ്പെടുത്തുന്നില്ല. മാർത്ത മറിയെ കുറ്റപ്പെടുത്തിയപ്പോൾ കർത്താവ്
ഒന്നും കുറ്റപ്പെടുത്തിയില്ല. മാത്രമല്ല മറിയയുടെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചു. ഇന്ന് പലപ്പോഴും നാം കലങ്ങിപ്പോയാൽ ഉണ്ടാകുന്ന അനുഭവമാണ്, കലങ്ങിയവരിൽ നിന്ന് നല്ലതൊന്നും വരത്തില്ല. കലങ്ങിപ്പോയാൽ നാം തളരും, നമ്മെ ക്ഷീണിപ്പിക്കും, അത് നമ്മെ താഴ്ചയിലേക്ക് നയിക്കും. ദൈവത്തെ നാം കുറ്റപ്പെടുത്തും. നമ്മുടെ പരാജയങ്ങൾക്ക്, നമ്മുടെ കുഴപ്പങ്ങൾക്ക് നാം കർത്താവിനെ കുറ്റപ്പെടുത്തും. മാത്രമല്ല ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരെയും നാം കുറ്റപ്പെടും. അവരും ചെയ്യുന്നത് തെറ്റാണെന്നേ നമുക്ക് തോന്നുള്ളൂ. മാത്രമല്ല അവരെ നാം കുറ്റപ്പെടുത്താൻ ആരംഭിക്കും. പിന്നെ അവർ ചെയ്യുന്നതെല്ലാം നമുക്ക് കുറ്റമാണ്. നമുക്ക് ഇന്നത്തെ ആത്മീയ അനുഭവം ലോകത്ത് നാം നോക്കിയാൽ പലരുടെയും ഭൂരിപക്ഷം പേരുടെയും കുഴപ്പത്തിന് കാരണം ഇതാണ്: കർത്താവിനെ കുറ്റപ്പെടുത്തുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഏൽക്കാൻ അവരവർ തയ്യാറാകുകയില്ല. മറ്റുള്ളവരിലേക്ക് അത് പകർന്നിട്ട് അവരുടെ തലയിൽ വെച്ച് കെട്ടിയിട്ട് നമ്മെ കണ്ട് അപ്പോഴും നാം അസ്വസ്ഥരാണ്. സ്വന്തം ജീവിതത്തിൽ അസ്വസ്ഥതയാണ്, ശാന്തതയുണ്ടാകുന്നില്ല. മാത്രമല്ല അവളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ കർത്താവ് കൊണ്ടിട്ട് പറഞ്ഞത്, നീ ഏകാഗ്രത ഇല്ല, നീ ചെയ്യുന്നതിൽ, നീ പ്രവർത്തിക്കുന്നതിൽ, ആർക്കാണ് ചെയ്യുന്നതെന്നോ എന്തിനാണ് ചെയ്യുന്നതെന്നോ ഉള്ള ഏകാഗ്രതയില്ല, സമർപ്പണമില്ല. ഇന്ന് നാം പലതും ചെയ്യുന്നുണ്ട്, പക്ഷേ ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ കർത്താവിനാണ് ചെയ്യുന്നത് എന്ന ബോധം നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ നാമും കലങ്ങിയവരുടെ കൂട്ടത്തിലാണ്. മനസ്സ് കലങ്ങിയായിരിക്കുന്നേ, തൃപ്തിയില്ല, ചെയ്യുന്നതിൽ നാം സംതൃപ്തരല്ല. ലേഖനത്തിൽ പൗലോസ് പറഞ്ഞായിരുന്നു, അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പേൻ ഏകാഗ്രതയോടെ. കാരണം പ്രതിഫലം തരുന്ന കർത്താവാണ്. എന്നാൽ നാം കലങ്ങിപ്പോയാൽ, ശുശ്രൂഷയിൽ കലക്കമുണ്ടായാൽ, പ്രവർത്തനത്തിൽ കലങ്ങിപ്പോയാൽ, നാം ചെയ്യുന്ന സകല കാര്യത്തിലും കലങ്ങിയ മനസ്സോടെ, കലങ്ങിയ ഹൃദയത്തോടെ നാം പ്രവർത്തിക്കുന്നെങ്കിൽ, പലതും ചെയ്യുന്നെങ്കിലും നമുക്ക് സംതൃപ്തി ഉണ്ടാകത്തില്ല. നമ്മളിൽ നിന്ന് പിറുപിറുപ്പ് മാത്രമേ വരികയുള്ളൂ. മാത്രമല്ല വേറെ രസം കൊണ്ടുണ്ട്. നാം കലങ്ങിപ്പോയാൽ ചെയ്യുന്നത് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ കാണാം. 3-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോന്നു. പണ്ട് വലയും മീനും എല്ലാം വിട്ട് കർത്താവിനെ അനുഗമിച്ചതാണ് അവന്. എന്നാൽ ഇപ്പോൾ അവൻ പറയുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോകും. അപ്പം 5-6 പേര് കൂടി. അതിൽ സൗദിപുത്രന്മാരുണ്ട്, അല്ലെങ്കിൽ ഈ സുവിശേഷം എഴുതിയ യോഹന്നാനുമുണ്ട്, നന്ദനയിലുണ്ട്, ഇതിന് പറയുന്നു, അവരൊക്കെ ഉണ്ട്. അവർ 7 പേര് ഉണ്ട്. പോയി, ഒന്നും പിടിച്ചില്ല. അപ്പോഴാണ് കർത്താവ് അവർക്ക് പ്രത്യക്ഷനായത്. അന്ന് കർത്താവ് വന്നില്ലായിരുന്നെങ്കിലോ ഒരു പഴയ ജീവിതത്തിലോട്ട് പിന്നെയും പോയേനെ. അപ്പോൾ നാം കലങ്ങിപ്പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെട്ടാൽ, അതാണല്ലോ കലങ്ങുക എന്നർത്ഥം. ഏകാഗ്രത നഷ്ടപ്പെടുന്നു. മനസ്സിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെട്ടാൽ നാം കലങ്ങി. പിന്നെ നാം ചിന്തിച്ച പോലെ കർത്താവിനും കുറ്റമാണ്, മറ്റുള്ളവർക്കും കുറ്റമാണ്. മറ്റുള്ളവരോട് സ്നേഹത്തിന് പകരം നമുക്ക് പകയും വെറുപ്പും ഉണ്ടാകും. നമ്മുടെ വഴിക്ക് മടങ്ങും. അല്ലെങ്കിൽ നാം ഏത് വിട്ടോ അതിലേക്ക് പതുക്കെ തിരിച്ചങ്ങ് പോവും. ഇവിടെ കർത്താവ് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ചരിത്രം വേറെ ഒന്നാകുമായിരുന്നു. കാരണം 21-ാം അധ്യായത്തിൽ എല്ലാം കഴിഞ്ഞ മീനൊക്കെ 153 വലിയ മീൻ അടങ്ങിയ വലയെല്ലാം വലിച്ചു കയറ്റിയല്ലോ. അതൊക്കെ കഴിഞ്ഞ് യേശു പത്രോസിനോട് ചോദിക്കുന്നുണ്ട്. 3 പ്രാവശ്യം എന്നെ സ്നേഹിക്കുന്നോ എന്ന് ചോദിക്കുകയും
പത്രോസ് പറയുകയും ചെയ്ത സംഭവമൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് കലങ്ങരുത്? കലങ്ങിയാൽ നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടും. മാത്രമല്ല നമ്മുടെ ഹൃദയം കർത്താവിനെ വിട്ടകലും. അതുമാത്രമല്ല മറ്റുള്ളവരെ കുറ്റപ്പെടുന്നവരായി നാം മാറും. അതുമാത്രമല്ല മറ്റുള്ളവരോട് നാം നമ്മുടെ ഹൃദയത്തിൽ അകൽച്ച ആരംഭിക്കുകയും അത് നമ്മെ വെറുപ്പിലേക്ക് നയിക്കുകയും ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ പഴയ ലാവണത്തിലേക്ക്, പഴയ ജീവിത രീതിയിലേക്ക് അല്പാൽപമായി മടങ്ങിപ്പോകുന്നതും ഇടയാക്കും. വെറുതെയല്ല കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞത് വെറുതെയല്ല. ദാവീദ് ഒരിക്കൽ പ്രാർത്ഥിച്ചായിരുന്നു, നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ സങ്കീർത്തനത്തിലുണ്ട്, നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയം ഏകാഗ്രമാക്കണമേ. അപ്പോൾ നാം കലങ്ങിപ്പോയാൽ കുഴപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് അനേകരും ഇത് കാണാം. അതിനെന്താണ് മറുമരുന്ന്? അതിന് മറുമരുന്ന് എന്താണ്? പ്രത്യേകിച്ച് ഒരു പുതുവർഷത്തിലേക്ക് കടക്കാനിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുന്ന വേളയിൽ കഴിഞ്ഞകാല ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നാം ചെയ്തത് പലതും ഏകാഗ്രതയോടെയോ അതോ കലക്കത്തോടെയോ പെറുപെറുപ്പോടെയോ ഏകാഗ്രതയോടെ ചെയ്താൽ, ദൈവസ്നേഹത്തിലും ചെയ്താൽ ഒരിക്കലും പെറുപെറുപ്പ് നമ്മിൽ വരികയില്ല, അസ്വസ്ഥത നമ്മിൽ ഉണ്ടാകത്തില്ല. നമ്മുടെ മനസ്സ് കർത്താവിൽ രമ്യമായിരിക്കും. അല്ലായെങ്കിൽ പരാതികളുടെ പൊതുക്കെട്ട് നാം അഴിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നാം കലങ്ങിയ അവസ്ഥയിലാണ്. അതുമാത്രമല്ല പതുക്കെ ആത്മീയ ജീവിതത്തിൽ പുറകോട്ട് പോകുന്ന ഒരു കാലത്ത് എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്ന അവസ്ഥയാണ് നമുക്കുള്ളതെങ്കിൽ നാം അല്ലെങ്കിൽ നാം കലങ്ങിയ അവസ്ഥയിലാണ്. എന്താണ് അതിന് മാർഗം? അതിന് പരിഹാരം? കലങ്ങിപ്പോയാൽ ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്തുകയില്ല, ഉദ്ദേശങ്ങൾ സാധിക്കത്തില്ല. അത് നമ്മെ തളർത്തും, അത് നമ്മെ ക്ഷീണിപ്പിക്കും, അത് നമ്മെ ബലഹീനപ്പെടുത്തും. പ്രശ്നങ്ങൾ നമുക്ക് വലുതായി തോന്നും. എന്നാൽ കലങ്ങാതിരിക്കാൻ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞ മറുപടി ഇതാണ്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. 14-ാം അധ്യായത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 6 കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുന്ന അവിടെ തന്നെയുണ്ട്. അല്ലെങ്കിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, ഞാൻ പറയുന്നത് വിശ്വസിപ്പീൻ, എന്നെ ആശ്രയിപ്പീൻ. ട്രസ്റ്റ് ഇൻ മീ, അല്ലെങ്കിൽ ട്രസ്റ്റ് ഇൻ ഗാഡ്, ദൈവത്തിൽ ആശ്രയിപ്പീൻ. ഈ കലങ്ങാതിരിക്കണമെങ്കിൽ പലതിനെ ചൊല്ലിയുള്ള മറിയോട് പറഞ്ഞ പോലെ പലതിനെ ചൊല്ലിയുള്ള വിചാരവും മനം കലങ്ങിയും അസ്വസ്ഥരായും ഇരിക്കാതിരിക്കണമെങ്കിൽ, ഏകാഗ്രത നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, സമർപ്പണം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, ആദ്യ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കണമെങ്കിൽ എങ്കിൽ ഒരു കാര്യം ആവശ്യം. ആദ്യവും അവസാനമായി നമുക്ക് വേണ്ടത് വിശ്വാസമുള്ളവരായിരിപ്പിൻ. ദൈവത്തിൽ വിശ്വസിപ്പിൻ. ഈ നാളുകളിൽ നാം വിശ്വാസികളെന്ന് പറയുന്നു, പക്ഷേ നമുക്ക് നമ്മുടെ ദൈവത്തെ വിശ്വാസമുണ്ടോ? ഞാൻ കഴിഞ്ഞ 3-4 വീഡിയോകൾ അതിനുള്ള ബന്ധത്തിലാണല്ലോ ചെയ്തത്, അതുകൊണ്ട് അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. വിശ്വാസമുള്ളിടത്ത് ആനന്ദമുണ്ട്, യഥാർത്ഥ വിശ്വാസമുള്ളിടത്ത് ഏകാഗ്രതയുണ്ട്, അവിടെ കർത്താവിലെ സന്തോഷമുണ്ട്. മാത്രമല്ല വിശ്വാസമുള്ളിടത്ത്
സമാധാനത്തിൻ്റെ പ്രവാഹമുണ്ട്. ഞാൻ അടിക്കടി ഉദ്ധരിക്കുന്ന ഒരു വാക്യമുണ്ടല്ലോ, യശയ്യാപ്രവചനം 26-ാം അധ്യായത്തിൽ, സ്ഥിര മനസ്സൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കയാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. നിന്നിൽ ആശ്രയം, ദൈവാശ്രയം എവിടെയുണ്ടോ, അല്ലെങ്കിൽ കലങ്ങിപ്പോവാതെ സാഹചര്യങ്ങളുടെ മുഖത്ത്, സംഭവങ്ങളുടെ മുഖത്ത്, പ്രശ്നങ്ങളുടെ മുഖത്ത്, വിഷമങ്ങളുടെ മുഖത്ത്, പ്രതീക്ഷ എല്ലാം തകരുമ്പോഴും എല്ലാം നഷ്ടപ്പെടുമ്പോഴും കലങ്ങിപ്പോവാതെ സ്ഥിരമായി നിൽക്കണമോ? മനസാന്നിധ്യത്തോടെ, ധൈര്യത്തോടെ, ഉറപ്പോടെ നിൽക്കണമോ? അവനുള്ള ആശ്രയം നമുക്ക് ആവശ്യം. യോഹന്നാൻ പറയുന്നത്, സ്ഥിര മനസ്സൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കയാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിലാണല്ലോ, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. 14-ാം അധ്യായത്തിൽ തന്നെയുണ്ട്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. കലങ്ങിയ വ്യക്തിക്ക് സമാധാനമായിരിക്കാൻ കഴിയത്തില്ലല്ലോ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ അവകാശമാണ്. അവിടെ എങ്കലാപ്പില്ല, അവിടെ പരിഭ്രമമില്ല, അവിടെ നിരാശയില്ല, അവിടെ നെടുവീർപ്പില്ല, അവിടെ പരാതികളില്ല, ഒന്നുമില്ല. കാരണം ദൈവത്തിൽ അവൻ ആശ്രയിക്കുന്നു. ഹൃദയം കലങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ, ഒരു സംഭവത്തിന് മുഖത്തും ഹൃദയം കലങ്ങാതിരിക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവ് അതായോടെ പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അത് നമുക്കുണ്ടെങ്കിൽ നാം കലങ്ങിയില്ല. കലക്കുമ്പോൾ ധാരാളം കലക്കുന്ന വെണ്ണ കടഞ്ഞെടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ഞാൻ പണ്ട് നമ്മുടെ അമ്മച്ചിമാരൊക്കെ വെണ്ണ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. തൈര് കടഞ്ഞ് ഇന്നത്തെ തലമുറയ്ക്ക് മത്തെന്ന് പറയുന്ന സാധനം അറിയത്തില്ല. എന്നാൽ പഴയ ആളുകൾ ഒരു മത്തങ്ങോട്ട് എടുത്ത് അതങ്ങോട്ട് കടഞ്ഞ് സുന്ദരമായിട്ട് അതിൽ നിന്ന് പാലിൽ നിന്ന്, തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്നത് പോലെ, ഇതുപോലെ തന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നേക്കാം. നമ്മെ കഴിയുന്നത് പോലെ സ്വസ്ഥത മുഴുവൻ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം വന്നേക്കാം. 26-ൽ 25-നേക്കാൾ ഭയങ്കരമായിരിക്കാം. പക്ഷേ കർത്താവ് പറയും, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്. കാരണം എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചാ പോകുന്നേ. 1-ാം വാക്യത്തിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരെന്ന് പറഞ്ഞെങ്കിൽ, 27-ാം വാക്യത്തിൽ യേശു പറയുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ കലങ്ങരുത്, ഭ്രമിക്കരുത്. മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉള്ളത്, കലങ്ങാതിരിക്കണമെങ്കിൽ, കലങ്ങാതിരുന്നാൽ, അല്ലെങ്കിൽ വിശ്വാസമുണ്ടെങ്കിൽ, വിശ്വാസത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ട്. എന്താണെന്നറിയാം? പ്രത്യാശ. സങ്കീർത്തനക്കാരൻ തന്നെ പറഞ്ഞാൽ, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്തോ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അപ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോയാൽ വലിയ അപകടമാണ്. കർത്താവിൽ നിന്ന് അകലും. എന്തിനു പറയുന്നു? മറ്റുള്ളവരുടെ വീഴ്ച കണ്ടുപിടിക്കും. നാം ഹൃദയം തളരും. മറ്റുള്ളവർ പായിക്കാൻ ആരംഭിക്കും. പഴയ ജീവിതശൈലി ചിലപ്പോൾ തിരഞ്ഞെടുക്കും. പിന്മാറ്റമാകും. വല്ലാത്ത അവസ്ഥയാകും. എന്നാൽ കലങ്ങാതിരുന്നാലോ അവൻ്റെ സന്തോഷം നമ്മൾ പെരുകും. അവൻ്റെ സമാധാനം നമ്മൾ വർദ്ധിക്കും. മാത്രമല്ല വലിയ പ്രത്യാശ, ലോകത്തിൽ ആർക്കും തരാൻ കഴിയാത്ത വലിയ പ്രത്യാശ നമ്മെ ഭരിക്കും. നാം നമ്മുടെ ജീവിതം ചൈതന്യപൂർണ്ണമാകും. ഈ കഴിഞ്ഞ നാളുകളിലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിലയിരുത്തി കലക്കുന്ന സാഹചര്യങ്ങൾ നാം തളർന്നുപോയോ? അതോ കലങ്ങിപ്പോകാതെ ഉറച്ചു നിന്ന് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ദൈവസമാധാനത്താൽ ഭരിക്കപ്പെട്ട് പ്രത്യാശയോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിതയാത്ര തുടരുവാൻ നമുക്ക് സാധിക്കുന്നു. ഒന്ന് പരിശോധിച്ച് നോക്കാം.
നിസ്സാര കാര്യങ്ങളുടെ മുൻപിൽ കലങ്ങി തളർന്ന് പാട്ടും ആരാധനയും നഷ്ടപ്പെടുത്തി കർത്താവുള്ള പ്രത്യാശ നഷ്ടപ്പെടുത്തി നാം നിരാശരായി മാറുന്നോ, അതോ എന്തു വന്നാലും കുലുങ്ങിപ്പോകാതെ അവൻ്റെ സമാധാനത്താൽ നിറഞ്ഞ് അവനെ സന്തോഷത്താൽ ഭരിക്കപ്പെട്ട് വലിയ പ്രത്യാശയോടെ ഭാഗ്യകരമായ പ്രത്യാശയോടെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി നാം രൂപാന്തരപ്പെടുന്നു. ഇന്ന് നമുക്കൊന്ന് വിലയിരുത്താം, നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താം. ഭാവി സംഭവങ്ങൾ എന്ത് തന്നെയാകട്ടെ കലങ്ങിപ്പോകാതെ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്നതിനായി നമ്മുടെ ജീവിതം തീരട്ടെ. അതിനായി വലിയവനായ ദൈവം നമ്മെ സഹായിക്കരുത്. കലങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ കർത്താവിൽ ആശ്രയം വേണം. അവനിൽ ആശ്രയിച്ച് ഉറച്ചു നിന്ന് അവൻ്റെ നന്മ കാണുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്ന് അവിടുന്ന് അറിയിച്ചത് വാക്യത്തെ അല്പമായി ധ്യാനിപ്പാൻ അവർ നിങ്ങൾക്ക് അവസരം തന്നതിനായി സ്തോത്രം. എന്തുകൊണ്ട് കലങ്ങിപ്പോകുന്നു ഞങ്ങൾ ചിന്തിച്ച് കർത്താവേ, കലങ്ങിപ്പോയാൽ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു അല്പമായി ചിന്തിച്ചല്ലോ. അതിന് മറുമരുന്ന് എന്താണെന്നും അവിടുത്തെ വചനം പറഞ്ഞ് ഞങ്ങൾ ചിന്തിച്ചു. അങ്ങനെ വിശ്വാസം ഏത് സാഹചര്യത്തിലും അങ്ങേ വിട്ടകലാതെ പൂർണ്ണമായി അങ്ങേ വിശ്വസിച്ച് അങ്ങോട്ട് ചേർന്നിരുന്ന് നാഥ, അങ്ങനെ സമാധാനത്തോടെ അങ്ങനെ സന്തോഷത്തോടെ കർത്താവ് എങ്ങനെ പ്രത്യാശയോടെ ഭാവിയെ നോക്കി കാണുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്കൊരു ഭാഗ്യകരമായ പ്രത്യാശ തന്നിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.